അളക ഒരു നിമിഷം അങ്ങനെ തന്നെ നിന്നു. മുന്നിൽ നിൽക്കുന്നത് ആരൊക്കെയാണെന്ന് അവൾക്ക് മനസ്സിലായില്ല. എന്നാൽ അതിൽ രണ്ടുപേരെ അവൾ എവിടെയോ കണ്ടതുപോലെ ഒരു തോന്നൽ. അവരുടെയൊക്കെ മുഖത്ത് കണ്ട ചിരി അത് അവൾക്ക് ആശ്വാസം പകരുന്നതായിരുന്നു. പെട്ടെന്ന് പുറത്തു നിന്നും ജോൺ കയറി വന്നു. അതും അവൾക്കൊരാശ്വാസമായി. ഇവർ രണ്ടും വരുന്നു എന്നല്ലേ പറഞ്ഞത്? മാനിച്ചായനെയും ഏട്ടത്തിയെയും ഞാൻ പ്രതീക്ഷിച്ചില്ല. അപ്പോൾ അമ്മച്ചിയുടെ അടുത്ത വീട്ടിലെ കുട്ടിയെ നിർത്തി. ഈ വാർത്ത കേട്ട അവിടെ നിൽക്കാൻ പറ്റേണ്ട ജോണിക്കുട്ടി, ഞാനും എൽസിയും പെട്ടെന്നങ്ങ് പോകും. എൽസി അളകയുടെ അടുത്തേക്ക് വന്നു. മോൾക്ക് ഞങ്ങളെയൊക്കെ മനസ്സിലായോ? അവർ സ്നേഹത്തോടെ ചോദിച്ചു. അളക മറുപടി ഒന്നും പറയാതെ അവരെ നോക്കി പതിയെ ചിരിച്ചു. ജോൺ അളകയുടെ അടുത്ത് വന്ന് അവളെ ചേർത്ത് പിടിച്ചു. ഇത് പപ്പയുടെ ചേട്ടൻ, മോൾക്ക് വല്യപ്പച്ചൻ, ഇത് വല്യമ്മച്ചി. ജോൺ ഇമ്മാനുവലിനെയും എൽസിയെയും കാണിച്ച് പറഞ്ഞു. അവൾ അവരുടെ മുഖത്ത് നോക്കി ചിരിച്ചു. ഇനി ഇത് പപ്പയുടെ അനിയത്തിയാണ് ജൂലി, മോൾക്ക് ആൻറ്റിയായി വരും. അളക ജൂലിക്കും കൊടുത്തു ഒരു കുഞ്ഞു ചിരി. ഇനി ഇത് സാം, അഡ്വക്കേറ്റാണ്, ഈ നിൽക്കുന്ന വല്യപ്പച്ചൻ്റെ മോൾ. മോൾക്ക് അച്ചായനാണ് കേട്ടോ. അച്ചായൻ എന്ന് പറഞ്ഞാൽ ഏട്ടൻ, ആങ്ങള, അങ്ങനെയൊക്കെ പറയാം. അവൾ സാമിൻ്റെ നേർക്കും ഒരു പുഞ്ചിരി കൊടുത്തു. മാനിച്ചായൻ ഇരിക്ക്. ജോൺ ഇമ്മാനുവലിനെ സോഫയിലിരുത്തി. അതിനടുത്തായി എൽസിയും ഇരുന്നു. ജൂലി അളകയുടെ അടുത്തേക്ക് ചെന്നു. എന്നെ മുൻപ് കണ്ടിട്ടുണ്ടോ? അവൾ ചോദിച്ചു. എവിടെയോ കണ്ടതുപോലെ. പിന്നെ അവൾ പകുതിയിൽ നിർത്തി. വല്യപ്പച്ചനെയും എന്നെയും എവിടെയോ കണ്ടിട്ടുണ്ടെന്നല്ലേ അല്ലിമോൾ പറഞ്ഞത്? ജൂലിയുടെ ചോദ്യത്തിന് അതേ എന്ന അർത്ഥത്തിൽ തലയാട്ടി അളക. അതോ, കുറച്ചുനാൾ മുമ്പ് അല്ലി അച്ഛനെയും കൂട്ടി ഹോസ്പിറ്റലിൽ വന്നില്ലേ? അന്നേരം ഒരാൾ ചോദിച്ചില്ലേ ആമിയുടെ മോളാണോ എന്ന്? അത് കേട്ടതും അളക വേഗം ഇമ്മാനുവലിനെ നോക്കി. അതെ, അച്ഛനെയും കൂട്ടി ഡോക്ടറുടെ അടുത്തു നിന്നും ഇറങ്ങുമ്പോഴാണ് ആ ചോദ്യം കേട്ടത്. അളക നന്ദയല്ലേ എന്ന്. അതേ എന്ന് പറഞ്ഞപ്പോൾ ആമിയുടെ മോളല്ലേ എന്നായി ചോദ്യം. അല്ല, ഞാൻ സീതയുടെ മോളാണെന്ന് ഞാനും പറഞ്ഞു. മോളിവിടെ വാ. ഇമ്മാനുവൽ അവളെ അടുത്തേക്ക് വിളിച്ചു. അവൾ പതിയെ അയാളുടെ അടുത്തേക്ക് ചെന്നു. അദ്ദേഹം അവളെ തന്നോട് ചേർത്തിരുത്തി. മോളെ ആ ഒറ്റ കാഴ്ചയിലെ വല്യപ്പച്ചൻ തിരിച്ചറിഞ്ഞിരുന്നു. അന്ന് ഈ പ്രായത്തിൽ ആമി എങ്ങനെയായിരുന്നോ അത് തന്നെയാണ് നീ. മനസ്സിലാക്കാൻ ഒരു ബുദ്ധിമുട്ടുമില്ല. അളകയുടെ മുടിയിൽ തഴുകിക്കൊണ്ട് അദ്ദേഹം പറഞ്ഞു. അതെ, ഈ ഓൾസിൻ്റെ കൂടെ ഇരിക്കാതെ നീ ഇങ്ങ് വാ അല്ലി. സാം വന്ന് അവളുടെ കയ്യിൽ പിടിച്ചെഴുന്നേൽപ്പിച്ചു. എടാ, കുറച്ചു കാലം മുമ്പ് ഞങ്ങളും യങ്ങായിരുന്നു, അത് മറക്കണ്ട. ചിരിച്ചുകൊണ്ട് ഇമ്മാനുവൽ പറഞ്ഞു. അത് പിന്നെ അങ്ങനെയാണല്ലോ പപ്പ. ചിരിച്ചുകൊണ്ട് അങ്ങനെ പറഞ്ഞിട്ട് സാം അളകയെയും കൊണ്ട് പുറത്തേക്കിറങ്ങി. പാടിയപ്പച്ചി സാമും ജൂലിയും അല്ലിയെയും കൂട്ടി പുറത്തേക്ക് നടന്നു. ഞാൻ ആൻറ്റി എന്നാണോ അപ്പച്ചി എന്നാണോ വിളിക്കേണ്ടത്? അളക ജൂലിയെ നോക്കി ചോദിച്ചു. ആൻറ്റി എന്ന് ജൂലി പറയാൻ തുടങ്ങുമ്പോഴേക്കും അപ്പച്ചി മതി സാം ചാടി വീണ് കഴിഞ്ഞു. പറ്റില്ല, ആൻറ്റി മതി, ജൂലി തർക്കിച്ചു. അങ്ങ് പള്ളിയിൽ പോയി പറഞ്ഞാൽ മതി, ഞാൻ സമ്മതിക്കില്ല. മോള് ഞാൻ വിളിക്കുന്ന പോലെ അപ്പച്ചിന്ന് തന്നെ വിളിച്ചാൽ മതി കേട്ടോ. അളക ആകെ വല്ലാണ്ടായി. ആരുടെ ഭാഗം പറയും എന്ന് അവൾക്കൊരു പിടിയുമില്ല. ആൻറ്റി എന്ന് വിളിച്ചാൽ അച്ചായൻ തെറ്റും, അപ്പച്ചി എന്ന് വിളിച്ചാൽ ആൻറ്റിയും തെറ്റും. അല്ലെങ്കിൽ തന്നെ നിന്റെ വിളി കേട്ട് ഞാനേതോ 75 ആയ പോലൊരു ഫീലാണ് എനിക്ക്. ഇനി അത് വേണ്ട, കൊച്ചെന്നെ ആൻറ്റി എന്ന് വിളിച്ചാൽ മതി കേട്ടോ. ഈ മാങ്ങാത്തലേൻ്റെ വാക്കൊന്നും കേൾക്കണ്ട. മാങ്ങാത്തലയൻ നിന്റെ അപ്പൻ മാത്തുക്കുട്ടി. ദേ ചെറുക, എൻ്റെ അപ്പനെ വിളിച്ചാലുണ്ടല്ലോ. ജോലിക്ക് ദേഷ്യം പരകോടിയിലെത്തി. അളക ഇതെല്ലാം കണ്ട് എന്ത് ചെയ്യണമെന്ന് ആലോചിച്ചു നിൽക്കുകയാണ്. അവളുടെ ജീവിതത്തിൽ ഇങ്ങനെ വഴക്കടിക്കുന്നവരെ കണ്ടിട്ടേയില്ല. അതെ, ഞാൻ ആൻറ്റി എന്ന് വിളിക്കണോ അപ്പച്ചി എന്ന് വിളിക്കണോ എന്നതല്ലേ ഇപ്പോഴത്തെ പ്രശ്നം. അതിനൊരു സൊല്യൂഷൻ ഞാൻ പറയട്ടെ. അവൾ രണ്ടുപേരുടെയും മുഖത്തേക്ക് നോക്കി. ആ പറയേ. രണ്ടുപേരും സമ്മതിച്ചു. ഞാൻ ആൻറ്റി അപ്പച്ചി എന്ന് വിളിക്കാം. അവൾ പിന്നെയും രണ്ടുപേരെയും നോക്കി. നല്ലതല്ലേ? ആദ്യം രണ്ടുപേരും ഒന്നും മിണ്ടിയില്ല. പിന്നെ സാം തുടങ്ങി ചിരിച്ച് അവനൊരു വഴിയായി. ജോലിയുടെ മുഖമാണേൽ സൂചിയെടുത്ത് കുത്തിയാൽ ഇപ്പോൾ പൊട്ടും എന്ന നിലയ്ക്ക് വീർത്തിരുന്നു. അല്പനേരം ജൂലിയുടെ മുഖത്തേക്ക് നോക്കി നിന്നു സാം. അല്ലിമോളെ, അങ്ങനെ വിളിക്കാൻ എൻ്റെ മോൾക്ക് വലിയ പാടല്ലേ? അതുകൊണ്ട് ആൻറ്റി എന്ന് തന്നെ വിളിച്ചോ, അതാ ഇതിലും ഭേദം. അത് കേട്ടതും ജൂലി സാമിൻ്റെ മുഖത്ത് നോക്കി കൊഞ്ഞനം കാട്ടി. എന്തായാലും അങ്ങനെ ആ വഴക്കിന് തീരുമാനമായി. ആ എസ്റ്റേറ്റ് മുഴുവൻ അളകയെ കൊണ്ടു നടന്നു കാണിച്ചു രണ്ടുപേരും. റബ്ബർ തോട്ടത്തിൽ പാലെടുക്കാനും മറ്റുമായി തൊഴിലാളികൾ ഉണ്ടായിരുന്നു. ഏലത്തോട്ടത്തിലെത്തിയപ്പോൾ അളകയ്ക്ക് അവളുടെ മനസ്സ് കുളിർന്നതുപോലെ തോന്നി. കാറ്റിന് പോലും എന്തൊരു സുഗന്ധം. എല്ലാം നടന്നു കണ്ട് അവർ കുളക്കടവിൽ വന്നിരുന്നു. അപ്പോഴേക്കും അവരുമായി അളക നന്നായി അടുത്തു കഴിഞ്ഞിരുന്നു.
പരസ്പരം തല്ലുകൂടുന്ന രണ്ടുപേർ, പിണങ്ങുന്ന അതേ സ്പീഡിൽ പെട്ടെന്ന് തന്നെ ഇണങ്ങുകയും ചെയ്യുന്ന രണ്ടുപേർ. അവർക്ക് തമ്മിൽ ഒത്തിരി ഇഷ്ടമാണെന്ന് കുറഞ്ഞ സമയം കൊണ്ട് തന്നെ അളകയ്ക്ക് മനസ്സിലായി. അവൾ കുളത്തിൻ്റെ അഗാധതയിലേക്ക് നോക്കി. കുളത്തിൻ്റെ നീലിമ അവൾക്ക് ഒത്തിരി ഇഷ്ടപ്പെട്ടു. അല്ലേ, മോൾക്ക് നീന്തൽ അറിയുമോ? ജോലി ചോദിച്ചു. ഇല്ല. നമുക്ക് നാളെ മുതൽ കുളത്തിൽ വന്ന് കുളിക്കാം. നീന്താൻ ഞാൻ പഠിപ്പിച്ചു തരാട്ടാ. അളക ജൂലിക്ക് നേരെ നോക്കി തലയാട്ടി. കൊച്ചച്ഛനോട് ചോദിച്ചിട്ട് പോയാൽ മതിയിട്ടോ അല്ലിക്കുട്ടി. അവനത് പറഞ്ഞതിന് കടുപ്പിച്ചൊരു നോട്ടം നോക്കി ജൂലി. 7 മണിയോടെയാണ് അവരെല്ലാം ബംഗ്ലാവിൽ തിരിച്ചെത്തിയത്. ഇമ്മാനുവലിനും കുടുംബത്തിനും അന്ന് തന്നെ തിരിച്ചു പോകേണ്ടതിനാൽ എല്ലാവരും നേരത്തെ തന്നെ അത്താഴം കഴിച്ചു. അത്താഴത്തിന് ശേഷം അവരെല്ലാം തിരിച്ചു പോകാനായി ഇറങ്ങി. അടുത്ത ദിവസം തന്നെ മോളെയും കൊണ്ടുവന്ന് അമ്മച്ചിയെ കാണിക്കണം കേട്ടോടാ ജോണിക്കുട്ടി. കാറിൽ കയറാൻ നേരം ഇമ്മാനുവൽ ഓർമ്മിപ്പിച്ചു. ഞാൻ വരാൻ മാനിച്ചായ. ജോൺ അയാൾക്ക് മറുപടി കൊടുത്തു. അളകയോട് യാത്ര പറഞ്ഞ് സാം കാർ മുന്നോട്ടെടുത്തു. കാർ കണ്ണിൽ നിന്നും മറയുവോളം മൂവരും സിറ്റൗട്ടിൽ തന്നെ നിന്നു. ഇന്ന് യാത്ര ചെയ്ത് ക്ഷീണിച്ചതല്ലേ, കിടന്നോ പോയിട്ട്? ജോൺ അളകയെ നോക്കി പറഞ്ഞു. പപ്പാ, ഞാൻ നാളെ ഓഫീസിൽ പോണോ? തിരിഞ്ഞു നടക്കുകയായിരുന്ന ജോണിനോട് അളക ചോദിച്ചു. മോള് 2 ദിവസം ലീവ് എടുക്ക്. നമുക്ക് നാളെ അമ്മാമ്മയെ കാണാൻ പോകണം. അത് കഴിഞ്ഞ് പോകാം. ജോണിൻ്റെ മറുപടി കേട്ട് അളക എന്തോ ആലോചനയിൽ മുഴുകി നിന്നു. എന്താ മോളെ? അവളുടെ ആലോചന കണ്ട് ജോൺ ചോദിച്ചു. അത് പപ്പ ചോദിക്കുമോ സാറിൻ്റെ അടുത്ത്? അതിനെന്താ, ഞാൻ ചോദിക്കാലോ. ജോൺ വേഗം ഫോണെടുത്ത് ആയുഷിനെ വിളിച്ചു. പറയെങ്കിൽ. അച്ചോ, മോള് 2 ദിവസം കഴിഞ്ഞ് ഓഫീസിൽ വന്നാൽ പോരെ? അതെന്തിനാ 2 ദിവസം? നാളെ അമ്മച്ചിയുടെ അടുത്തൊന്ന് പോകാമെന്ന് കരുതി. എടോ കൊടുങ്ങല്ലൂർക്കാരെ മാപ്പിളെ, അമ്മച്ചിയെ കാണാനേ പിന്നൊരു ദിവസം പോവാം. ഇവിടെ കാര്യങ്ങളൊക്കെ കുഴഞ്ഞു മറിഞ്ഞ് കിടക്കുമ്പോഴാ അവിടെ ഒരു അമ്മച്ചിയെ കാണാൻ പോക്ക്. 2 ദിവസം പോയിട്ട് അര ദിവസത്തെ ലീവ് പോലും തരില്ല. ആയുഷ് നല്ല ചൂടിലാണെന്ന് അവൻ്റെ സംസാരത്തിൽ നിന്നും ജോണിന് മനസ്സിലായി. എന്താ അച്ചു, ഓഫീസിൽ എന്തെങ്കിലും പ്രശ്നമുണ്ടോ? ചെറിയ പ്രശ്നമുണ്ടെങ്കിൽ. എന്താ? ഞാൻ ഓഫീസിലാണെങ്കിൽ പാർത്ഥസാരഥി ഒരു ചെറിയ പണി തന്നു. എന്ത് പണി? അത് 2 വർഷം മുൻപത്തെ ഒരു കേസ് അങ്ങേരെ കുത്തിപ്പോക്കി. അന്ന് അക്കൗണ്ട് സെക്ഷൻ ഹെഡായിരുന്ന ഇരിഞ്ഞാലക്കുട സ്വദേശി വാസുദേവൻ 3 കോടി രൂപ തട്ടിച്ചെടുത്തിരുന്നു. പലപ്പോഴായി ചെയ്ത പണിയാണ്. ആ വർഷത്തെ ഓഡിറ്റിംഗ് സമയത്ത് കള്ളത്തരം കൈയോടെ പിടിച്ചു. അയാൾക്കെതിരെ കമ്പനി കേസ് ചാർജ് ചെയ്തു. പാർത്ഥസാരഥിയാണല്ലോ കമ്പനി അഡ്വൈസർ. അതുകൊണ്ട് കേസ് വാദിച്ചത് അയാളാണ്. കേസിൽ കമ്പനി ജയിക്കുകയും ചെയ്തു. ഇന്നിപ്പോൾ ആ കേസ് അയാൾ കുത്തിപ്പോക്കി കൊണ്ടുവന്നിരിക്കുന്നു. അയാളെ കൊണ്ട് പാനൊള്ളിക്കര കൺസ്ട്രക്ഷൻ വർക്കിൽ കള്ളക്കണക്കെഴുതിച്ച് കമ്പനി ലാഭിച്ചതാണ് 3 കോടി രൂപയെന്നും ആ കണക്കുകൾ പുറത്തു വരാതിരിക്കാൻ അയാളെ കേസിൽ കൊടുക്കുകയാണെന്നും പറഞ്ഞാണ് പരാതി. ആ വർക്കിൻ്റെ മുഴുവൻ ഡീറ്റെയിൽസും ഹാജരാക്കണം. അതും ഈ ബുധനാഴ്ച. അതിൻ്റെ തിരക്കിലാണ് ഞാൻ. പിന്നെയുണ്ട് പ്രശ്നങ്ങൾ. അതൊക്കെ ഒന്ന് കഴിയട്ടെ. എന്നിട്ട് അമ്മാമ്മനെ കാണാനോ മുത്തച്ഛനെ കാണാനോ തെക്കിനിയിലേക്കോ വടക്കിനിയിലേക്കോ അല്ലെങ്കിൽ ആഭരണം വാങ്ങാനോ എവിടെ വേണേലും പോകാം. പക്ഷെ നാളെ അവളെ അങ്കിൾ ഇവിടെ എത്തിച്ചു തരണം. അപ്പോൾ ശരി, ഓക്കെ. ഫോൺ ഓഫാക്കി ജോൺ അളകയെ നോക്കി. ഒരു രക്ഷയുമില്ല കുഞ്ഞെ. അവിടെ ഇപ്പോൾ ഓഫീസ് മറച്ചു വച്ചിരിക്കുക. നാളെ അലിമോള് ചെന്നിട്ട് വേണം തിരിച്ചു വയ്ക്കാൻ. അതും പറഞ്ഞ് അദ്ദേഹം റൂമിലേക്ക് നടന്നു. പറഞ്ഞതൊന്നും മനസ്സിലായില്ല എങ്കിലും തനിക്ക് ലീവ് കിട്ടിയില്ല എന്ന് മാത്രം അവൾക്ക് മനസ്സിലായി. വാ ആൻറ്റി, നമുക്ക് കിടക്കാം. അളക ജോലിയെയും കൂട്ടി റൂമിലേക്ക് പോയി. പിന്നെ റൂമിലെത്തി വാതിൽ ലോക്ക് ചെയ്ത് തിരിഞ്ഞ് അളകയെ നോക്കി ജോലി. എന്താ എന്ന അർത്ഥത്തിൽ അളക അവളെ നോക്കി. എന്നെ അപ്പച്ചി എന്ന് വിളിച്ചാൽ മതി, എനിക്കും അതാ ഇഷ്ടം. അപ്പോൾ നേരത്തെ പറഞ്ഞതോ? അതവനെ ദേഷ്യപ്പിടിപ്പിക്കാൻ പറഞ്ഞതല്ലേ. എനിക്ക് അവൻ അങ്ങനെ വിളിക്കുന്നത് എന്ത് ഇഷ്ടമാണെന്നറിയോ, എടി അപ്പച്ചിയെ എന്ന്. അളക ഒന്ന് ചിരിച്ചു. എന്നിട്ടാണോ 2 പേരും കൂടി ഇങ്ങനെ വഴക്കിടുന്നത്? അയ്യേ, അവനോട് വഴക്കിടുമ്പോഴാ എനിക്ക് ജീവിക്കണം എന്നൊരു തോന്നൽ വരുന്നത്. അതൊക്കെ സാവധാനം അപ്പച്ചി പറഞ്ഞു തരാം. ഇപ്പോൾ എൻ്റെ കുട്ടി കിടന്നോ? എന്തോ അങ്ങനെ പറയുമ്പോൾ അവളുടെ കണ്ണിൽ നീരിൻ്റെ തിരയിളക്കം അളക കണ്ടിരുന്നു.